കേസ് അങ്ങനെ ഞാനും എൻ്റെ നാട്ടിലേക്ക് ഞാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ചിലപ്പം ഇന്ന് വരും, ചിലപ്പോൾ നാളെ വരും, ഒന്നും പറയാനില്ല. അപ്പം പോകുന്ന വഴിക്കുള്ള വീഡിയോസ് എല്ലാം കാണാം. അങ്ങനെ ഞാൻ സ്കാർഫെല്ലാം കുത്തിയിട്ടാണ് പോകുന്നത്, ഫർദ ഇട്ടിട്ടില്ല. എന്താ വെച്ചാൽ ഫർദ ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, വരുമ്പം ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ സ്കാർഫ് കുത്തിയിട്ട് ചുരിദാർ ഇട്ടിട്ടാണ് പോകുന്നത്. ബസ്സിൽ അങ്ങനെ ഇട്ടണ്ടേ, ചൂടല്ല ഒന്നാമത്, അതുകൊണ്ടാണ് ഫർദ ഇടാതെ. അപ്പം എൻ്റെ ലുക്കെല്ലാം ഇഷ്ടപ്പെട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ആരും വിചാരിക്കണ്ട കേട്ടോ. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഓരോരു വീഡിയോ എടുത്തിട്ട് ഇതിൽ ഹെഡാക്കുന്നതായിരിക്കും കേട്ടോ. വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ഇതുവരെ വീഡിയോസ് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ തൊട്ടടുത്ത് കാണുന്ന ഹോൾ എന്ന ഓപ്ഷൻ അടിക്കുക, എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പം വീഡിയോസ് എല്ലാം പോകുന്ന വഴിക്ക് ഓരോന്നായിട്ട് എടുക്കും. അപ്പം കാണാൻ മറക്കല്ലേ. അങ്ങനെ ഞാൻ കാഞ്ഞങ്ങാട് ബസ്സിന് കയറിയിട്ട് ഐസും കുന്നുകൊണ്ട് പോകുന്നുട്ടോ, മഞ്ചാടി ഐസ് കേട്ടോ. മഞ്ചാടി ഐസ് കുന്നുകൊണ്ട് പോകുന്നത് ഇതെന്ന് വെച്ചാൽ ഉപ്പും ഇതിൽ അങ്ങനെ പോയിക്കോടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ചീമേനിലേക്ക് എത്താൻ പോകുന്നത് കേട്ടോ. ബസ്സിൽ നല്ല ദൂരമുണ്ട്. അങ്ങനെ പോയിക്കോട് നിൽക്കുന്ന രംഗമാണ് കേട്ടോ ഇത് കാണുന്നത്. അങ്ങനെ പോയിക്കോട് നിൽക്കുന്നുണ്ട്, എത്താനാവണം അത്ര കേട്ടോ. അങ്ങനെ ഓരോരോ സീന് മാത്രമേ എടുത്തിട്ടില്ല, അധികം എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ബസ്സിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായില്ല, ഈ ക്ഷീണമൊന്നും പറഞ്ഞിട്ടില്ല, എന്താ വെച്ചാൽ എത്താനായില്ലേ, അതുകൊണ്ട് തോന്നുന്നു കേട്ടോ. അങ്ങനെ ബസ്സിലിരിക്കുന്ന രംഗമാണിത്. അപ്പോൾ കാട്ടിക്കെല്ലാം ഷാളെല്ലാം പറന്ന് പോകുന്നുണ്ട്, കാക്കൂതിട്ട് അങ്ങനെ എത്തിട്ടിരും. അങ്ങനെ പോയിക്കോണ്ട് നിൽക്കുന്ന അപ്പം പുറത്തിലത്തെ ദൃശ്യമാണ് കേട്ടോ ഇതെല്ലാം കാണാൻ നല്ലൊരിതില്ലേ. അപ്പോൾ കാണാനും നല്ല ഇതുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ നല്ലോണം ഇതായി. എന്താ വെച്ചാൽ ഇന്നലെ 12 മണിക്കുള്ള ബസ്സാണ് കേട്ടോ കാഞ്ഞങ്ങാടിയിലേക്ക് കിട്ടിയത്. അങ്ങനെ എത്തിയ ചീമേനിയിലേക്ക് എത്തിയിട്ടാ. ചീമേനിയിലെ സ്ഥലമാണിത്, ചീമേനി സ്ഥലമാണ് കേട്ടോ. ചീമേനി കഴിഞ്ഞിട്ടല്ലേ വരും. ചീമേനിയിലെ ഓരോരോ ഡ്രസ്സ് കടിയും ഇതെല്ലാം കേട്ടോ. അങ്ങനെ ഡ്രസ്സ് ഓരോരോ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ. ചീമേനിലത്തെ കടയെല്ലാം നല്ല നല്ല ഡ്രസ്സെല്ലാം ഉണ്ട് കേട്ടോ. ഹോൾസെയിലായിട്ട് പച്ചക്കറികൾ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ ഞാൻ ബസ്സിന്ന് എൻ്റെ അകത്തുനിന്ന് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇതെല്ലാം. അപ്പം അവിടെ കാണുമ്പോൾ വിചാരിക്കും ഇതെല്ലാം വാങ്ങാനും അങ്ങനെ ആക്കാനും, കാണുമ്പോൾ ഒരു ഇതല്ലേ. അങ്ങനെ അവിടെ എത്തിയിട്ടാണ് ജീവനിൽ കുറച്ച് സമയം നിർത്തിയിട്ടിന്, അരമണിക്കൂർ നിർത്തിയിട്ടിന് അവർ ആൾക്കാർ കയറാനും. അങ്ങനെ അവിടെ എത്തി നീലപ്പടന്നക്കാട് എത്തി. അവിടെ നിന്ന് ഞാൻ മക്കൾക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞു, ഞാൻ ചോറ് വലിച്ചത് കേട്ടോ. ഞാൻ ചോറ് നയിച്ചത്, മക്കൾക്ക് പൊറോട്ട മതി പറഞ്ഞ് ചോറും ബീട്രൂട്ട് വറവ്, സാമ്പാർ, മീൻ കറി, പിന്നെ അച്ചാർ, പിന്നെ ഒരു മീൻ പൊരിച്ചതും വാങ്ങി കേട്ടോ. മീൻ പൊരിച്ചതും പിന്നെ പേർക്ക് ഇതെല്ലാം ഉണ്ടായിന്. പിന്നെ അതിലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സിയാറത്തങ്കര പള്ളിയിൽ മക്കാമിലാണ് കേട്ടോ പോയത്. സിയാറത്തങ്കര മക്കാമിൽ പോയിട്ട് കുറേ ദുവായിരുന്നിട്ടെല്ലാം വന്നു. എല്ലാം ശരിയാവട്ടെ റഹ്മാനെ എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ആപത്ത് സമയത്ത് നമുക്ക് പള്ളികളോടുള്ള ആത്മാർത്ഥത കൂടുതലല്ലേ, അതേപോലെ ഞാൻ ഇതുകാലം ചെയ്തു. അങ്ങനെ കാഞ്ഞങ്ങാടേക്ക് പോയി. കാഞ്ഞങ്ങാട് നിന്ന് നേരെ മഹാമേള ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അടുത്ത വീഡിയോസ് എടുക്കാൻ കഴിയും. അങ്ങനെ കാഞ്ഞങ്ങാടേക്ക് പോകുമ്പം CPM-ൻ്റെ ഘോഷയാത്രയിലുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കുറച്ചേ എടുത്തിട്ടുള്ളൂ. CPM-ൻ്റെ ഇത് ഫുള്ളുണ്ടായിന്, കാഞ്ഞങ്ങാട് തുടക്കമാണ്. അങ്ങനെ കുറച്ച് ഇതായി, പോലീസുകാരും ആളും തിരക്കും എല്ലാം ഉണ്ടായത് കേട്ടോ. അപ്പം നടക്കുന്ന കാണാൻ നല്ല രസമുണ്ട്, നമുക്ക് നല്ല രസമില്ല ഇതാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ആടെ മഹാമേളൻ്റെ അവിടെ പോയി പിന്നെ ലാസ്റ്റ് മീൻ മാർക്കറ്റിൽ പോയി. അവിടെ നിന്ന് കുറച്ച് മീനെല്ലാം വാങ്ങി. എൻ്റെ അല്ലോ മീൻ മാർക്കറ്റിൽ ഈ സാധനമെല്ലാം കാണുമ്പോൾ മണം കേൾക്കുമ്പോൾ നമുക്കെന്തെല്ലോ ആവുന്നിട്ട് അയില, അങ്ങനെ ചൂര എന്തെല്ലോ ഉണ്ട് കേട്ടോ മീൻ. അങ്ങനെ അല്ല ഒരു ചേച്ചിമാർ അതൊക്കെ ഇതെടുക്കുന്നു. അങ്ങനെ ആടുന്ന് ബസ് കയറിയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ വരുമ്പം വൈക്കുന്ന് കണ്ട ഇതാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ വൈക്കുന്ന് കണ്ട കാഴ്ചൻ്റെ ഫോട്ടോയും കുറച്ചെടുത്തു. അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തേണ്ട ഇതാണ്, എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യം.